ഉണ്ടെങ്കിൽ തൃശ്ശൂർ സ്ഥാനാർത്ഥിയാകാൻ കെ സുരേന്ദ്രനെ വെല്ലുവിളിച്ചു സന്ദീപ് വാര്യർ. കെ സുരേന്ദ്രൻ തൃശ്ശൂർ നിൽക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും തൃശ്ശൂർ തന്നെ തട്ടകമാക്കാൻ താല്പര്യമുണ്ടെന്ന് പാർട്ടി അറിയിക്കുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ ഇത് DCCയിൽ വലിയ പൊട്ടിത്തെറിക്കാണ്, തൃശ്ശൂർ DCC വലിയ പൊട്ടിത്തെറിക്കാണ് കാരണമായിട്ടുള്ളത്. സന്ദീപിനെ ഇതിന് ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതിന് പാർട്ടി തീരുമാനിക്കും. തൃശ്ശൂർ സ്ഥാനാർത്ഥി ആര് നിൽക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നാണ് DCCയുടെ നിലപാട്. DCC പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം കോൺഗ്രസിനുള്ളിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. താൻ സ്വയം സ്ഥാനാർത്ഥിയാകുക എന്നൊരു ചട്ടം കോൺഗ്രസ് ഒരു കാലത്തും കണ്ടിട്ടില്ല. സന്ദീപ് വാര്യർ ഇപ്പോൾ തൃശ്ശൂർ താനാണ് മത്സരിക്കുന്നതെന്ന് സന്ദീപ് വാര്യറിന് ഒരിക്കലും സ്വന്തമായിട്ട് നിലപാടെടുക്കാൻ കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനത്ത് നിൽക്കുമ്പോൾ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം കോൺഗ്രസിൽ തൃശ്ശൂരിനെ സംബന്ധിച്ച് അവിടെ ഒരുപാട് സീനിയർ നേതാക്കളുണ്ട്. പലപ്പോഴും മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നിട്ടും വളരെ വലിയ സീനിയോറിറ്റി ഉണ്ടായിരുന്നിട്ടും മത്സരിക്കാൻ കഴിയാതെ പലർക്കും വേണ്ടി മാറിക്കൊടുക്കേണ്ടി വന്ന ഒട്ടനവധി നേതാക്കളുള്ള നാടാണ് തൃശ്ശൂർ. ഇപ്പോൾ BJP പോലൊരു പ്രസ്ഥാനത്തിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് വരികയും കോൺഗ്രസ്സിൽ നിന്ന് നല്ല സ്ഥാനമാനങ്ങൾ കിട്ടുകയൊക്കെ ചെയ്ത നേതാവാണ് സന്ദീപ് വാര്യർ. എങ്കിൽ കൂടിയും അദ്ദേഹം സ്വയം താൻ ഇന്നടുത്ത സ്ഥാനാർത്ഥിയാണ് എന്ന രീതിയിൽ ഒരു നിലപാട് എടുക്കുന്നത് പ്രത്യേകിച്ച് അവിടുത്തെ DCCയിൽ അവർക്കൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയൊരു നിലപാട് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടായിട്ടും ഇല്ലതാനും. അപ്പോൾ പിന്നെ സന്ദീപ് വാര്യർ സുരേന്ദ്രനോട് വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥിയായി ഏറ്റുമുട്ടാൻ തയ്യാറാണെന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അത് സ്വാഭാവികമായും അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരിൽ വലിയ അമർഷവും അതുപോലെ തന്നെ അദ്ദേഹത്തോടുള്ള ഒരു വ്യക്തിവിദ്വേഷത്തിനുമൊക്കെ കാരണമാകുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോകും. പ്രത്യേകിച്ച് തൃശ്ശൂർ പോലുള്ള ഒരു സ്ഥലത്ത് അവിടെ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒട്ടനവധി നേതാക്കളുള്ള നാടാണ്. കോൺഗ്രസ് പലപ്പോഴും പരിഗണിക്കുമെന്ന രീതിയിൽ അടുത്തു വരെ കൊണ്ടുവന്നിട്ട് വേണ്ട സ്ഥാനമാനങ്ങൾ കൊടുക്കാതെ മാറ്റി നിർത്തിയിട്ടുള്ള ഒട്ടനവധി നേതാക്കളെ തൃശ്ശൂർ ചിലപ്പോൾ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ സ്വന്തമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന രീതിയിലൊക്കെ പോകുന്നത് പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലൊരു രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ല. തൃശ്ശൂർ DCCയിൽ അങ്ങനെയൊരു സംഭവത്തെ ചൊല്ലി കൂടുതൽ വിയോജിപ്പുകൾ ഉയർന്ന സാഹചര്യത്തിൽ എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ മത്സരിച്ചാൽ അദ്ദേഹത്തിനെതിരെ കോൺഗ്രസിൽ ശക്തനായ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന് കണ്ടറിഞ്ഞു തന്നെ കാണണം. എന്തായാലും പത്മജ വേണുഗോപാലിന് തൃശ്ശൂർ മത്സരിക്കാനാണ് ഇഷ്ടമെന്ന്, BJP സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിൽ മത്സരിക്കാനാണ് ഇഷ്ടമെന്ന് അവർ പലപ്പോഴും പറയുകയുണ്ടായപ്പോഴും വട്ടിയൂർക്കാവിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ മത്സരിക്കുന്നുണ്ട്. ഈ എതിർ സ്ഥാനാർത്ഥിയായി പത്മജയുടെ പേരാണ് അവിടെയും പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ സന്ദീപ് വാര്യരുടെ വെല്ലുവിളിക്ക് മറുപടി എന്നോണം തൃശ്ശൂരിൽ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകാനാണ് കൂടുതൽ സാധ്യത എന്നതും നോക്കി കാണേണ്ടിയിരിക്കുന്നു.